വണ്ടിപ്പണിയിലെ വനിതാ താരത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വളയിട്ട കൈകൾക്ക് വണ്ടിപ്പണി വഴങ്ങുമോ എന്ന പഴയകാലത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇടുക്കി കുമളിയിലെ വിജയറാണി. കുമളിയിലും വണ്ടിപ്പെരിയാറിലും ചീറിപ്പായുന്ന ജീപ്പിന്റെയും ഓട്ടോറിക്ഷയുടെയും ബോഡി വർക്കും ടൂ വീലർ റിപ്പയറും പെയിന്റിങ്ങും ഉൾപ്പെടെ വിജയറാണിയുടെ വർക്ക്ഷോപ്പിൽ ചെയ്യും. ഭർത്താവ് ദുരൈ 1 വർഷം മുൻപ് മരിച്ചതോടെയാണ് മകന്റെ സഹായത്തോടെ വിജയറാണി വണ്ടിപ്പണിയിൽ സജീവമാകുന്നത്. നമ്മൾ ചോറ്റുപാറയിലെ വിജയറാണി ചേച്ചിയുടെ വർക്ക്ഷോപ്പിലാണ്. ഇവിടെ നമ്മൾ വരുമ്പോഴേ ഒരു ഓട്ടോറിക്ഷ ഇങ്ങനെ പാച്ച് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി കൊണ്ടിട്ടിരിക്കുന്നു. അതിന് തൊട്ടടുത്തായിട്ട് നമ്മുടെ വിജയറാണി ചേച്ചിയുണ്ട്. വിജയറാണി ചേച്ചി ഓരോ ജോലികളിൽ ഇങ്ങനെ ഏർപ്പെട്ടിരിക്കുകയാണ്. വണ്ടി പുട്ടിയിട്ട് പെയിന്റ് അടിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് എന്ന് തോന്നുന്നു, അല്ലേ ചേച്ചി? ഞങ്ങൾ ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. എങ്ങനെയാണ് ഈ വർക്ക്ഷോപ്പ് ജോലിയിലേക്ക് എത്തിയത്, എത്ര നാളായിട്ട് ഈ ജോലി ചെയ്യുന്നു എന്നൊക്കെയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? എൻ്റെ കെട്ടിയവന് വർക്ക്ഷോപ്പിൽ പണിയായതുകൊണ്ടേ ഞാൻ പുള്ളിയുടെ കൊടുത്ത് സഹായിക്കും. ഇതിന് ജോലിക്കാരൊന്നും ഇടയ്ക്ക് വെച്ച് ഇല്ലാതായിപ്പോയി. അന്ന് മുതൽ പിന്നെ ഞാൻ കൂടിയപ്പം പണി ചെയ്തു. അങ്ങനെ പുള്ളിയുടെ കൊടുത്ത് ചെയ്തോണ്ടിരുന്നു. പുള്ളി പിന്നെ പെട്ടെന്ന് മരണമായപ്പോഴത്തേക്കും എനിക്ക് പിന്നെ കഞ്ഞിക്ക് എല്ലാം വഴി വേണ്ടേ. അത് കാരണം ഞാൻ തന്നെ ഇത് ചെയ്യാം. മോനും എന്നോട് സപ്പോർട്ടുണ്ട്. ഞാനും മോനും കൂടെ ഇതെല്ലാം ചെയ്യുന്നതും അങ്ങനെ പോകുന്നു. 1.5 കൊല്ലമായി പുള്ളി ഇല്ലാതായിട്ട്. അതാണ് 2004 ഈ വർക്ക്ഷോപ്പ് ചോറ്റുപാറയിൽ ആരംഭിക്കുന്നത്. അതിനുശേഷം ഭർത്താവിന്റെ കൂടെ ഗുബേന്ദ്രന്റെ കൂടെ ചേച്ചി സഹായിയായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. 1.5 വർഷം മുമ്പ് അദ്ദേഹം മരിച്ചു. അതിനുശേഷം ആണ് ചേച്ചി പറഞ്ഞ പോലെ തന്നെ ചേച്ചിക്ക് ഒറ്റയ്ക്ക് കുടുംബം നോക്കുന്നതിനു വേണ്ടി ഈ വർക്ക്ഷോപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ പ്രധാനമായിട്ടും ഓട്ടോ, ജീപ്പ് അതുപോലെയുള്ള വണ്ടികളുടെ പെയിന്റിങ്, പാച്ച് വർക്കുകൾ ഒക്കെയാണ് ചെയ്യുന്നത്, അല്ലേ? ഏതൊക്കെ വാഹനങ്ങൾ ഇവിടെ പണിയാൻ വരുന്നത്? ഇവിടെ കൂടുതലും ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരായതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ പെയിന്റിങ് പണി കൂടുതലും ചെയ്യുന്നത്. കാറ്, മറ്റുള്ള എല്ലാ ഏത് വണ്ടി വന്നാലും ഞങ്ങൾ പെയിന്റ് അടിച്ചു കൊടുക്കും. പിന്നെ പാച്ച് വർക്ക് എങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ ഒക്കുന്നാണെങ്കിൽ ഞങ്ങൾ നോക്കി ചെയ്തു കൊടുക്കും. സാധാരണ നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ സ്ത്രീകളെ കണ്ടിട്ടില്ല, കാരണം ഇത്ര കട്ടിപ്പണികളൊക്കെയാണ്. അപ്പോൾ പുരുഷന്മാർക്കേ പറ്റുള്ളൂ എന്നൊരു ധാരണയുണ്ടായിരുന്നു. അതൊക്കെ പൊളിച്ചെഴുതുകയാണ് എന്തായാലും വിജയറാണി ചേച്ചി. എന്നിരുന്നാലും ഈ സാധനങ്ങളൊക്കെ എടുത്ത് പെരുമാറുമ്പോൾ ഒരു മടുപ്പ്, ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട്? അങ്ങനെയൊന്നും ഇല്ല, ചെയ്യാം. നമ്മൾ പെണ്ണുങ്ങളാണേലും അത് മനസ്സ് വെച്ചാൽ ഏത് പണിയാണെങ്കിലും ചെയ്യാനുള്ള കരുത്തുണ്ടെങ്കിൽ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പം നമ്മുടെ കഞ്ഞികുടി കാര്യം നോക്കുന്നതുകൊണ്ട് ധൈര്യമായിട്ട് ഇരുന്ന് ഈ പണി ചെയ്യുക, അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ കരുത്ത്, നമ്മുടെ മനസ്സിലെ ചിന്തകളാണ്. അതുകൊണ്ട് എന്തായാലും വിജയറാണി ചേച്ചിക്ക് തോൽക്കാൻ മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വർക്ക്ഷോപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹം തന്നെ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വിജയറാണി ചേച്ചിയുടെ വർക്ക്ഷോപ്പിലെ ജീവിതം അങ്ങനെ നല്ല രസകരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. അതാണ്, ഏത് പണിയും വഴങ്ങും എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് ഇനി ഈ ജോലി വഴങ്ങുമോ എന്നൊക്കെയുള്ള ചോദ്യം അതെല്ലാം അപ്രസക്തമായിട്ട് എത്രയോ കാലം കഴിഞ്ഞു, അല്ലേ? വളയിട്ട കൈകൾക്ക് ഇത് പറ്റുമോ എന്നൊക്കെയുള്ള ആ ചോദ്യം തന്നെ തീർത്തും അപ്രസക്തമാണ്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരുപാട് പേരെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാം. അപ്പൊ വിജയറാണി ചേച്ചി അതിലൊരു ഉദാഹരണം മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തന്നെ പേഴ്സണലി അറിയുന്ന 2 പേരുണ്ട് ഇത്തരത്തിൽ വണ്ടിപ്പണി ചെയ്യുന്ന സ്ത്രീകൾ. അപ്പൊ അങ്ങനെ ഒരുപാട് പേര്. ചേച്ചി അടിപൊളി, സൂപ്പറായിട്ട്